ഇത് ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ്. മെയിനായിട്ട് ഈ ക്രീം ഞാൻ ഉണ്ടാക്കുന്നത് മെയിനായിട്ടൊരു 35 ഇയേഴ്സ് കഴിഞ്ഞിട്ട്, അതായത് ഈ ഡ്രൈ സ്കിൻ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മെലാസ്മ അതുപോലെ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ക്രീമാണ്. കാരണം ഒത്തിരി പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ കളർ കൊടുക്കുന്നത് ഈ സീബക്തോൺ, ഈ കളർ കണ്ടോ, ഇതിൻ്റെ ഈ സീബക്തോൺ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഓയിലാണ്. സീഡിൻ്റെയും കിട്ടും ഫ്രൂട്ടും കിട്ടും. ഫ്രൂട്ട് ഓയിൽ അത് ഒത്തിരി നല്ലതാണ്. അത് മെയിനായിട്ട് നമുക്ക് ഈ ഡീകളറേഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ ഈ കളർ കൊടുക്കുന്നത് ഈ ക്രീമിന് ഇതാണ്, ഈ സാധനമാണ് സീബക്തോൺ ഫ്രൂട്ട് ഓയിൽ എന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ് സ്കിന്നിന്. അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ വരുന്നുണ്ട്, ഹെൽത്തിന് ഒത്തിരി നല്ലതാണെന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തണുപ്പ് രാജ്യങ്ങളിലാണ് ഈ സാധനം അധികം ഉണ്ടാകുന്നത്, ഈ സീബക്തോൺ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഓരോ രാജ്യത്തിലും കിട്ടുന്ന അതിൻ്റെ അനുസരിച്ച് കളറ് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ക്രീം ഉണ്ടാക്കാൻ.